വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണാസ് ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഹെയർ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെൻറ്റ്, അത് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്, ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞിട്ടുള്ള എൻ്റെ മുടിയുടെ കണ്ടീഷൻസ്, ഞാൻ ആഫ്റ്റർ കെയർ ആയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എവിടെയാണ് ചെയ്തത്, എത്ര എമൗണ്ട് ആയി, അതിൻ്റെ പ്രൊസീജിയർ, എത്ര നാൾ അത് എക്സ്റ്റെൻഡ് ചെയ്തു, അതിൻ്റെ ഹെയറിൽ ആ ട്രീറ്റ്മെൻറ്റ് ലാസ്റ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാം. ഹെയർ നാനോപ്ലാസ്റ്റിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ട് ഹെയർ സ്മൂത്ത് ചെയ്യുക. ഹീറ്റ് ഉപയോഗിച്ചിട്ട് നാനോ പാർട്ടിക്കിൾസ് ഹെയറിലേക്ക് സീൽ ചെയ്യണ ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഹെയർ റിപ്പയർ ചെയ്യാനായിട്ടും കുറച്ചും കൂടി നറിഷ്മെൻറ്റ് കിട്ടാനായിട്ടൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇത് അമിനോ ആസിഡ്സും കെരാറ്റിനും വിറ്റമിൻസും ഒക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ തന്നെ മെയിനായിട്ടുള്ള കണ്ടൻറ്റ്. ഇതൊക്കെ ആൾക്കാർക്കായിരിക്കും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹെയർ എക്സ്ട്രീമായിട്ട് ഡ്രൈ ആയിട്ട് ഡാമേജ് വന്നേക്കുന്ന ആൾക്കാർക്ക്, പിന്നെ നമ്മൾ എപ്പോഴും ഹെയറിൽ ഹീറ്റ് ആപ്ലിക്കേഷൻസൊക്കെ ചെയ്തു ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ടും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ നാളുകളായിട്ട് തലയിൽ ഹീറ്റ് അപ്ലൈ ചെയ്ത് അങ്ങനെ ഡാമേജ് വന്നേക്കണവർക്ക്, പിന്നെ ഫ്രീക്വൻ്റ്ലി ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഹെയർ എക്സ്ട്രീംലി ഡ്രൈ ആയി പൊട്ടിപ്പോണ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്നേക്കുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നല്ല നറിഷ്മെൻറ്റ്, ഹൈഡ്രേഷനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡാമേജിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് ചെയ്യും. പിന്നെ നമ്മളുടെ മുടിക്ക് ഒരു കോട്ടിങ് കൊടുക്കും, പ്രോട്ടീൻ്റെ അമിനോ ആസിഡ്സിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കും. അത് ഹെയർ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രീക്വൻ്റ്ലി ഒരു 5 to 6 ടൈംസൊക്കെ ഓരോ ടൈപ്സ് ഓഫ് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എൻ്റെ മുടി വളരെ ഡ്രൈ ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ഹെയർ ലോസ് ഒക്കെ വന്നു. ഹെയർ ഇങ്ങനെ ബ്രേക്കായി പൊട്ടി പോണ സിറ്റുവേഷൻ വന്നു. ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും സെർച്ച് ചെയ്തു. അതിൻ്റെ ഫീഡ്ബാക്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും, സ്മൂത്ത് ആവാനായിട്ട്, സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പണ്ടൊക്കെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കുറ്റിച്ചൂല് പോലെ എടുക്കില്ലേ, അതുപോലെയല്ല, ഒരു വേവി ടൈപ്സ്. പിന്നെ അതുപോലെ തന്നെ ഹെയറിനൊരു ഷൈനസ് ഒക്കെ തരും, ഒരു എക്സ്ട്രീം ഷൈനായിട്ട് ഉള്ളൊരു ഫീൽ കിട്ടും നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഫ്രിസ്നെസ് കുറയ്ക്കും, നറിഷ്മെൻറ്റ് ഉണ്ടാക്കും. പിന്നെ ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ഹെയർ റിപ്പയർ, ഒരു ഡാമേജ് ഒക്കെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും ഇതാവാത്ത ഒരു സിറ്റുവേഷനിൽ ഇത് നമുക്കുടെ ഹെയറിനൊരു പൊട്ടൻഷ്യൽ ഹെയർ റിപ്പയർമെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഹെയർ ഡോ എന്ന് പറഞ്ഞ എറണാകുളം ഒരു പാർലറിലാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇത് പാർലറിൽ പോയി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ, അത്യാവശ്യം നല്ലൊരു പാർലറിൽ അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സൊക്കെ നമ്മൾ അന്വേഷിച്ച്, അത് നമ്മൾ കറക്റ്റായിട്ട് എന്താ പറയുക, എന്ത് പ്രൊഡക്റ്റാണ് വെച്ചിട്ടാണ് ചെയ്യണതെന്നൊക്കെ ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഇഷ്യൂസൊക്കെ ഹെയറിന് പിന്നെ ഡാമേജ് വരാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. ചില ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ഓഫറൊക്കെ വരുമ്പോൾ ഓടിപ്പോയി ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അത് പഴയ പ്രോഡക്റ്റ്സൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ വേറെ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ്സൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ടൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രോഡക്റ്റിനെ കുറിച്ചും ബോധേഡായിരിക്കണം. ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു തലേ ദിവസത്തെ എൻ്റെ മുടിയുടെ കണ്ടീഷനാണ് ഇത്. ഒരു 2 ദിവസം മുമ്പ് എടുത്ത ചകിരി നാര് പോലെ ഇരുന്ന് എൻ്റെ തലയിരുന്നത്. അപ്പോൾ ഇത് പാർലറിൽ ഞാൻ ചെല്ലാൻ ചെന്നപ്പോൾ എൻ്റെ മുടി അഴിച്ച് അവിടെ എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ആ ചേട്ടൻ എന്നെ കളിയാക്കണേ, ഇത്രയും ഡ്രൈയും ചകിരി പോലെ ഇരിക്കണ എന്താണ് ഇങ്ങനെ ശ്രദ്ധിക്കില്ലായിരുന്നൊക്കെ ചോദിച്ച്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ അവർ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തു, ഷാമ്പും കണ്ടീഷണറും ഉപയോഗിച്ച് വാഷ് ചെയ്തു. അതിന് ശേഷം നമ്മുടെ ക്രീം
ഫ്ലോർ ആക്റ്റീവയുടെ ക്രീം തലയിൽ മൊത്തം തേച്ച ശേഷം ഇതുപോലെ തല പൊതിഞ്ഞ് സീൽ ചെയ്തു ഒരു 1.5 hour വെച്ചായിരുന്നു. കുറച്ച് ടൈം എടുത്തായിരുന്നു. മൊത്തം പ്രൊസീജിയർ കഴിയാനായിട്ട് 3 hours എടുത്തത്. അതിന് 1.5 hour കഴിഞ്ഞപ്പോഴേക്കും അവർ ഹെയറിൽ ആ ക്രീമോട് കൂടി തന്നെ സീൽ ചെയ്തായിരുന്നു. നമ്മുടെ സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ച് ഹീറ്റ് അപ്ലൈ ചെയ്ത് ഈ പ്രൊഡക്റ്റ് ഹെയറിലേക്ക് സീൽ ചെയ്ത് ഇറക്കിയായിരുന്നു. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്തു, പ്ലെയിൻ വാഷ് ചെയ്തു. പിന്നെ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി കഴിഞ്ഞിട്ട് ഹെയർ രണ്ടാമത് റീസെറ്റ് ചെയ്തായിരുന്നു അവർ. അതായിരുന്നു പ്രൊസീജിയർ. എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏകദേശം ഒരു 4 hours എടുത്തിട്ടായിരുന്നു കഴിഞ്ഞത്. അപ്പോൾ ഇതേ ഫൈനൽ സ്റ്റേജാണ്, ലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴും ഓടിപ്പോയിട്ട് പെട്ടെന്ന് വരാമെന്നുള്ള രീതിയിൽ പോകരുത്. കുറച്ച് ടൈമുള്ളപ്പോൾ തന്നെ പോകണം. അപ്പോൾ ഇത് ലാസ്റ്റ് എൻ്റെ മുടിയുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ മുടിയുടെ ഇതാണ്. ഈ ഒരു ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. എൻ്റെ ഫേസിനും ഒത്തിരി ഡിഫറൻസ് വന്നായിരുന്നു. ഈ ചബ്ബി ആയിട്ടുള്ള ഫേസ് ആയതുകൊണ്ട് കുറച്ച് ഫേസും സ്ലിമ്മായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ. ഈ ഒരു ഇത് ഞാൻ പാർലറിൽ ചെയ്യാൻ ചെന്നപ്പോഴും അത് കഴിഞ്ഞ ശേഷമുള്ള ഒരു ഫോട്ടോ ആണ്. അതിന് ശേഷം ഞാൻ ഒരു 3 days കഴിഞ്ഞ ശേഷമാണ് എൻ്റെ ഹെയർ വാഷ് ചെയ്തത്. അവരെന്നോട് മിനിമം 24 hours കഴിഞ്ഞിട്ടേ വാഷ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കുറച്ചും കൂടി ഇതായിട്ട് ഞാനൊരു 3 ദിവസം കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്തപ്പോൾ എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷനാണ് ഇപ്പോഴും ആ ഒരു കുറച്ചും കൂടി എനിക്ക് തോന്നണം സ്ട്രെയിറ്റ് ലുക്ക് ആ ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ഗ്രാജുവലി അത് കുറഞ്ഞു വന്നായിരുന്നു ഒരു 40 വാഷ് കഴിഞ്ഞപ്പോഴേക്കും. ഇതിപ്പോൾ 1 year ആയപ്പോഴും ഉള്ള എൻ്റെ മുടിയുടെ ഹെയർ വാഷ് കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ്. പിന്നെ എനിക്ക് ഈ കുറച്ച് അധികം ഹെയർ ഗ്രോത്തും വന്നായിരുന്നു. ഫ്രണ്ടിൽ കുറച്ചധികം ബേബി ഹെയർസൊക്കെ വന്നായിരുന്നു. ടോട്ടലി എൻ്റെ ആ ഹെയറിൻ്റെ ഡാമേജും ഫ്രിസ്നെസ്സും ഡ്രൈനെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇതാണ് എൻ്റെ മുടിയുടെ കണ്ടീഷൻ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്ന പ്രൊഡക്ട്സ് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പാർലറിൽ നിന്ന് അവർ പറഞ്ഞ അനുസരിച്ച് ഞാൻ ഈ പ്രൊഡക്റ്റ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ഫ്ലോർ ആക്റ്റീവയുടെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞതിൻ്റെ ഷാമ്പുവും കണ്ടീഷണറുമാണ് ഞാൻ ഉപയോഗിച്ചത്. നല്ല പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹെയറിനൊരു നല്ലൊരു നറിഷ്മെൻറ്റും ഒരു ഷൈനസ്സൊക്കെ കിട്ടും. ഞാൻ വേറെ പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ഒരു കുറച്ച് റേറ്റുള്ളൊരു പ്രൊഡക്റ്റാണ്. ഷാമ്പിന് 1700, അതുപോലെ തന്നെ കണ്ടീഷണറും ആ ഒരു റേഞ്ച് തന്നെ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോഴേക്കും ഒരു 3500 റേറ്റ് തന്നെ ഉണ്ട്. എങ്കിലും ഒരു 1 year നമുക്ക് വീക്കിലി ഒരു 3 വാഷൊക്കെ ആണെങ്കിൽ 1 year കിട്ടും. എനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയണ പ്രൊഡക്റ്റ്, അതായത് നമ്മൾ പ്രൊസീജിയർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിങ്ങനെ ആ സെയിം പ്രൊഡക്റ്റ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കണം. അറ്റ്ലീസ്റ്റ് ഷാമ്പുവും കണ്ടീഷണറും അതിൻ്റെ തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ എൻ്റെ തലയിൽ ഉപയോഗിച്ച പ്രൊഡക്ട്സും ഇത് തന്നെയായിരുന്നു. ഫ്ലോർ ആക്റ്റീവയുടെ ക്രീം യൂസ് ചെയ്തിട്ടാണ് അവർ ഈ പ്രൊസീജിയർ ചെയ്തത്. പിന്നെ ഞാൻ അത് കൂടാതെ തന്നെ ഇടയ്ക്ക് ഒരു ഹെയർ മാസ്കായിട്ട് ഈ ഒരു ഇത് ചെയ്തായിരുന്നു. അപ്പോൾ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ജെന്യൂനായിട്ടുള്ള സൈറ്റിൽ നോക്കിയിട്ട് മേടിക്കാൻ നോക്കണം. കുറേ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ്സൊക്കെ ഇറങ്ങുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 6 monthsോളം ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തില്ല. കാരണം ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോട്ടീൻ ഒരു കോട്ടിംഗ് ആണല്ലോ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് പോകാനായിട്ട് ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തില്ല. പകരം ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് ഒത്തിരി ഫ്രിസി ആയിട്ടൊക്കെ തോന്നണ ഇതിൽ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ഈ ട്രെസ്മീയുടെ ഹെയർ സിറമായിരുന്നു യൂസ് ചെയ്തിരുന്നത്.
ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് 7,000+ GST ആണ് ആയത്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ കെയർ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു 40 വാഷൊക്കെയാണോ അവർ പറയണത്. ഓൾമോസ്റ്റ് അതിന് മുമ്പായിട്ട് ഒരു 35 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ഹെയറിൻ്റെ ടെക്സ്ചറൊക്കെ കുറച്ച് മാറി വന്നായിരുന്നു. എങ്കിലും ഒരു പെട്ടെന്ന് തന്നെ ഒരു ഹെയർ ലോസ് കുറയാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെല്ലാവരും നല്ല പാർലറിൽ നോക്കി നല്ല പ്രോഡക്റ്റ് നോക്കി ചെയ്യാനും ആഫ്റ്റർ കെയറും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മീ.